പെട്ടെന്ന് പാർട്ടിയുടെ വിശ്വസ്തന്മാര് രണ്ടത്താണിയുമായിട്ടൊരു പാലം തീർത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ചില സഞ്ചാരങ്ങളൊക്കെ നടത്തി, ചില പരസ്യ പ്രസ്താവനകളൊക്കെ വന്നു. രണ്ടത്താണി തൊട്ടും തൊടാതെയും വേണമെങ്കിൽ ഞാൻ LDF സ്ഥാനാർത്ഥിയാകും എന്ന മട്ടില് ചില പ്രസ്താവനകൾ നടത്തി. ഉടനെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നമ്മുടെ വിജയരാഘവൻ അദ്ദേഹം രംഗത്ത് വരുന്നു. രണ്ടത്താണിയെ വാനോളം പുകഴ്ത്തുന്നു. ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ സീറ്റ് കൊടുക്കാമെന്നുള്ള ഒരു സൂചന നൽകുന്നു. അങ്ങനെ കഴിഞ്ഞ പകൽ വളരെ സംഭവ ബഹുലമായിരുന്നു. ചാനലുകളൊക്കെ അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടോ. ലീഗിൽ പൊട്ടിത്തെറി, മലപ്പുറത്ത് പൊട്ടിത്തെറി. ഇതാ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി LDF-ന്റെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. ടെലിവിഷൻ ചാനലുകളിൽ അങ്ങനെ വാർത്തകൾ നിറഞ്ഞു. സത്യം പറഞ്ഞാൽ CPM വലിയ പ്രതീക്ഷയിലായിരുന്നു കേട്ടോ. പറഞ്ഞല്ലോ, താനൂര് പോലെയുള്ള സീറ്റിലൊക്കെ ആളെ കിട്ടാതെ വിഷമിക്കുക. അവിടെ നമ്മൾ ഇപ്പോഴത്തെ മന്ത്രി അബ്ദുൾ റഹ്മാൻ സ്ഥാനാർത്ഥിയായതാ. അദ്ദേഹം പിണങ്ങി നിൽക്കുക, അവിടെ മത്സരിക്കാൻ പറ്റുകയില്ല എന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോഴല്ലേ രണ്ടത്താണി വരുന്നത്. ഞങ്ങൾക്ക് വേറെയും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരു സ്വപ്നമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തളിപ്പറമ്പിലെ TK ഗോവിന്ദൻ, പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ, ഇവരെയൊക്കെ മുൻനിർത്തി UDF-കാര് ഭയങ്കര പെരുമ്പറ കൊട്ടല് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോഴേ ഭയങ്കര നാണം കേടായിരുന്നു. ലജ്ജ കൊണ്ട് തല കുനിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങ് ഭൂമിയോളം അങ്ങ് താഴു പോകുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് രണ്ടത്താണിയെ കിട്ടിയാല് അവരുടെ പെരുമ്പറ കൊട്ടലിനെതിരായിട്ട് ഒരു ഒറ്റച്ചെണ്ടയെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചതാണ്. ഈ പകല് മുഴുവൻ അങ്ങനെ പ്രതീക്ഷിച്ചു.